എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മ്യൂറൽ പെയിൻറ്റിംഗ് ശൈലിയിൽ ഞാനൊരു ചിത്രം ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ യഥാർത്ഥ മ്യൂറൽ പെയിൻറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. കണ്ടാൽ അത്തരത്തിലുള്ളതാണെന്ന് തോന്നത്തക്ക രീതിയിൽ എളുപ്പ വഴിയിലൂടെ അങ്ങ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ മ്യൂറൽ പെയിൻറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. ഇത് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടങ്ങ് ചെയ്യുന്നു. ഏകദേശം 30 സെൻറ്റിമീറ്ററോളം ഡയമീറ്ററുള്ള ഒരു കേക്ക് ബോർഡാണ് ഞാനിവിടെ വരയ്ക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കേക്ക് ബോർഡിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന വശമല്ല, അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിന് ബേസ് കോഡായിട്ട് നമ്മൾ വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റിൻ്റെ 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു സർഫസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വരയ്ക്കുന്നതിനുള്ള ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബോർഡിലേക്ക് ഇത് പകർത്തിയെടുക്കണം. ഇത് ഒരു അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ഒരു മ്യൂറൽ പെയിൻറ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. അത് പിന്നെ ഈ രൂപത്തിലേക്ക് മാറ്റി ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നതാണ്. ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ്. പ്രിൻ്റ് ഔട്ടിലുള്ള അത്രയും ഭാഗം നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വരച്ചെടുക്കാം. ബാക്കി ഭാഗങ്ങളൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബോർഡറും കൊടുത്തു. ഇത്രയും കളറുകളാണ് നമ്മളിവിടെ പെയിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ക്രിംസൺ റെഡ്, യെല്ലോ ഓക്കർ, സാപ്രി ആൻഡ് സെറൂലിയൻ ബ്ലൂ. ഈ കളറുകളുടെ എല്ലാം മിക്സിങ്ങിലൂടെയാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഷെയ്ഡ് കളറുകളും നിർമ്മിക്കുന്നത്. യഥാർത്ഥ മ്യൂറൽ പെയിൻറ്റിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഇത്രയും പോർഷനിലുള്ളിൽ ഇനി മ്യൂറൽ റെഡ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി വരച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് കളർ ചെയ്തങ്ങ് തുടങ്ങുക. ഇപ്പോൾ ചെയ്യുന്നത് യെല്ലോ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒക്കർ യെല്ലോയും അതിനകത്തൊരല്പം ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ്, ബ്ലൂ എന്നീ കളറുകൾ വരുന്ന പോർഷനുകൾ ഒഴികെയുള്ള എല്ലായിടത്തും നമ്മൾ യെല്ലോ വാഷ് ചെയ്യുന്നതാണ്. സാധാരണ മ്യൂറൽ പെയിൻറ്റിംഗ് വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ളത് ലോങ് ഹെയർ ബ്രഷുകളും 0 സൈസ് പോയിൻറ്റഡ് ബ്രഷുകളുമാണ്. എൻ്റെ കൈവശം ഇത് രണ്ടുമില്ല. വീട്ടിൽ ലോക്കായിരിക്കുന്നതുകൊണ്ട് അത് വാങ്ങാനുള്ള വകുപ്പുമില്ല. പിന്നെ ഉള്ള ബ്രഷ് ടൈപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാനിതങ്ങ് വർക്ക് ചെയ്തെടുക്കുകയാണ്. അക്രിലിക് കളർ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലൂ കളർ വരുന്ന ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. സെറൂലിയൻ ബ്ലൂ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരേ ബ്രാൻഡിലുള്ള കളറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഫെവിക്രിലിൻ്റെയും ക്യാമലിൻ്റെയും പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് റെഡ് വരുന്ന പോർഷനുകളൊക്കെ ചെയ്തെടുക്കാം. ബോർഡറിൽ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ കളർ കുറഞ്ഞു വരുന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ബ്രഷ് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി പോകുന്ന രീതിയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് യഥാർത്ഥത്തിൽ ലോങ് ഹെയർ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. ക്രിംസൺ റെഡിനകത്ത് അല്പം സാപ്പ് ഗ്രീനും കുറച്ച് യെല്ലോ യോക്കറും മിക്സ് ചെയ്തിട്ടാണ് ഈ റെഡ് കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെ റെഡ് വരുന്ന പോർഷനുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഗ്രീൻ വരുന്ന പോർഷനുകളിൽ ഞാൻ സാപ്പ് ഗ്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെയ്യുന്ന വീഡിയോ അങ്ങ് മിസ്സായി പോയിരിക്കുകയാണ്. നോർമലി റെഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഗ്രീന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മുഖത്തൊക്കെ ഷെയ്ഡിങ് വരുന്ന പോർഷനുകളൊക്കെ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആദ്യമേ അത് ചെയ്തെടുക്കാമെന്നായിരുന്നു. ഇനി ഞാൻ ഈ കണ്ണിൻ്റെ പോർഷൻ അങ്ങ് വരച്ചെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ കണ്ണിൻ്റെ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മളിത് ഇടയ്ക്കിട്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഹെയറൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നു. ചുണ്ടിൽ നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഔട്ട്ലൈനുകളെല്ലാം ബ്ലാക്ക് ഉപയോഗിച്ചൊന്ന് വരച്ചെടുക്കണം. അത് നമ്മൾ ഈ പെൻസിൽ സ്കെച്ച് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കേണ്ടതാണ്. ഈ വൈറ്റ് പോർഷനുകളിലൊക്കെ ബ്ലാക്ക് കൊണ്ട് ക്രോസ് ലൈനുകൾ അങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കണം. നമുക്ക് ചെറിയ ഡോട്ട് പോലെ ഇട്ടിട്ട് ഇത് മുഴുവനും കവർ ചെയ്തെടുക്കാം.
ഇവിടെയും കുറച്ച് ഷെയ്ഡിങ് കൊടുക്കുന്നു. ഈ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളർ കൊടുക്കുകയാണ്. ഈ ബോർഡറിനുള്ളിലായിട്ട് നമുക്കൊരു യെല്ലോ ലൈൻ കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിതിനകത്ത് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ട് കളറൊന്നും ഫെയ്ഡ് ആകാതെ സൂക്ഷിക്കാം. ഇതിപ്പോൾ വാർണിഷ് ചെയ്തതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. യഥാർത്ഥ മ്യൂറൽ പെയിൻറ്റിങ് ടെക്നിക്കിൽ നിന്നും ഒരുപാട് വ്യത്യാസത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ഒഴിവാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു മ്യൂറൽ പെയിൻറ്റിങ് ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.